ഇന്നൊരു കുഞ്ഞു വ്ളോഗാണ്. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഈവനിങ് സ്നാക്കും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും ഞാൻ തലേദിവസം തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടാണ് കിടക്കാറ്. രാവിലെ എണീറ്റ് ഇന്ന് എന്തുണ്ടാക്കുമെന്ന് ഞാൻ ചിന്തിക്കാറേ ഇല്ല. അത് എവിടെയായിരുന്നാലും എനിക്കത് തലേദിവസം തന്നെ അറിഞ്ഞു വേണം കിടക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റ് സമയം എവിടെയും പാഴായി പോകാനൊന്നുമില്ല കേട്ടോ. പ്ലാൻ ചെയ്ത് വെച്ച കാര്യങ്ങൾ അങ്ങ് സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തലേ ദിവസം തന്നെ ഞാൻ മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. റാഗി പാലപ്പവും പിന്നെ സാദാ പാലപ്പമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് എഗ്ഗ് കറിയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ലഞ്ചിന് നമ്മളിവിടെ ഒരു തട്ടിക്കൂട്ട് കുഷ്ക റൈസ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ റേഷൻ അരി വെച്ചിട്ടാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. ഓയിലിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായ, വലിയ ജീരകം എന്നിവ ഒന്ന് പൊട്ടിച്ചെടുത്ത് അതിലേക്ക് സവാള പൊടിയായി അരിഞ്ഞത്, പിന്നെ പൊട്ടറ്റോ, ക്യാരറ്റ് എന്നിവ ചേർത്ത് കൊടുക്കുക. അല്പം ഗരം മസാല, മല്ലിയില, ചിക്കൻ ക്യൂബ് ഇത്രയും കാര്യങ്ങൾ ചേർത്ത് ഇവിടെ അരി വാഷ് ചെയ്ത് 2 കപ്പ് ചേർത്ത് കൊടുത്ത് അതിലേക്ക് 4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കുക്ക് ചെയ്തെടുത്തു. റേഷൻ അരി വെച്ച് തട്ടിക്കൂട്ടി എടുത്തതാണെങ്കിലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ലഞ്ചൊക്കെ കഴിഞ്ഞ് കിടക്കുന്ന സമയത്താണ് നാത്തൂന്, അതായത് ബ്രദറിൻ്റെ വൈഫ് വന്നിട്ട് എന്തെങ്കിലും ഒരു മധുരമോ തണുപ്പൊക്കെ കഴിക്കാൻ തോന്നുന്നുണ്ട്, ഒന്ന് പുറത്ത് പോകണം എന്നൊക്കെയുള്ള ആഗ്രഹം പറയുന്നത്. ഞാനും അതേ വൈബിലുള്ള ആളായതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ചാടി പുറപ്പെട്ടു. പക്ഷെ ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് ഞങ്ങളെ കൂടെ ഈ ഒരു കുഞ്ഞാളും കൂടെ കൂടി. ഞങ്ങൾ കടയിൽ ചെന്നപ്പം തീരെ തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ ആളായി, ബഹളമായി. ഞങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്നുള്ള ഒരു വൈബിന് കഴിക്കാൻ പോയതായിരുന്നു. പക്ഷേ ആ സമയത്ത് കോളേജിലുള്ള കുട്ടികളെല്ലാം കൂടെ വന്ന്, സ്കൂൾ കുട്ടികളൊക്കെ വന്ന് ഫുള്ളായിട്ടുണ്ടായിരുന്നു. ഓരോ സ്പെഷ്യൽ ഫലൂദയും പറഞ്ഞ് അത് കഴിച്ച് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇത് ഒരെണ്ണം ഒരാൾക്ക് ഭയങ്കര ഓവറാണെന്നുള്ളത്, പ്രത്യേകിച്ച് ലഞ്ച് കഴിഞ്ഞിട്ടിരിക്കുന്ന ടൈമിൽ. എന്നാലും കുറച്ചൊക്കെ ഞങ്ങൾ കഴിച്ച് അങ്ങനെ എണീറ്റു. അതൊക്കെ കഴിഞ്ഞ് മക്കൾ വരുന്ന സമയമായപ്പോഴത്തേനും എന്തെങ്കിലും സ്നാക്ക് ഉണ്ടാക്കണമല്ലോ എന്ന് ഓർത്ത് പഴംപൊരി ഉണ്ടാക്കി. പഴംപൊരി ഇവിടെ എല്ലാവരുടെയും ഫേവറേറ്റാണ് കേട്ടോ. കൂടെ ഒരു കട്ടൻ ചായയും. പഴംപൊരിക്ക് വേണ്ടിയിട്ട് പഴം എടുത്ത് നടുവ് കട്ട് ചെയ്ത് വെച്ചു. ഇതിലേക്കുള്ള മൈദ മാവ് റെഡിയാക്കി എടുത്തു. ഇത് അപ്പോഴന്നെ റെഡിയാക്കി എടുത്തിട്ടുള്ള മാവാണ് കേട്ടോ. ഞാൻ സാധാരണ പഴംപൊരിക്ക് മാവ് കൂട്ടി വെക്കാറില്ല. പല ടൈപ്പ് ഓഫ് പഴംപൊരി ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മുമ്പ് കേട്ടോ. അപ്പോൾ ഈ ഒരു പഴംപൊരിയുടെ റെസിപ്പിയും നമ്മുടെ ചാനലിൽ കാണാൻ പറ്റും. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നല്ല അടിപൊളിയായിട്ട് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന അടിപൊളി പഴംപൊരിയാണ് കേട്ടോ. അങ്ങനെ പഴംപൊരിയും കട്ടൻ ചായയും കഴിച്ച് ഇന്നത്തെ വ്ളോഗ് അവസാനിപ്പിച്ചു.